ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്ട്, ഇവിടെയെല്ലാം വൈറലായ ഒരു ഹിന്ദി മൂവി ഉണ്ട്. സിനിമയുടെ പേര് ഫ്രെഡി എന്നാണ്. ഒരു പെണ്ണ് ഒരു ഡോക്ടറെ ചതിച്ചതിന്റെ പേരിൽ അവളുടെ മുഴുവൻ പല്ലും പറിച്ചെടുക്കുന്ന വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സീന് നിങ്ങൾ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്നെ എന്തിനാണ് ആ പയ്യനോടും ആ ഒരു പെൺകുട്ടിയോടും നമ്മുടെ കഥാനായകനായിട്ടുള്ള ഡോക്ടർ ഫ്രെഡി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഒരു കിടിലൻ ത്രില്ലർ. അവസാനക്കാകുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും, ഇവനൊരു സൈക്കോ ആയിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ. ഒരു പാവൻ ഡോക്ടറായിരുന്ന വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള ഡോക്ടർ ഫ്രെഡി അവൻ എങ്ങനെ ഒരു സൈക്കോയായി? ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഒരു മാരക ഹിന്ദി ത്രില്ലർ മൂവിയാണ്. അപ്പൊ നേരെ ഈ ഒരു കഥയിലേക്ക് പോവുകയല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ കഥാനായകനായിട്ടുള്ള ഡോക്ടർ ഫ്രെഡി ജിൻവാലയെ കാണിക്കുകയാണ്. എന്നാൽ തുടക്കത്തിൽ മാത്രമേ ഈ ക്യൂട്ട്നെസ് ഉള്ളൂ കേട്ടോ. പോകെ പോകെ ആളൊരു കൊടൂര സൈക്കോ ആയിട്ട് മാറുന്നുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. തുടക്കത്തിൽ നമുക്ക് ഇതിലുള്ള പോലെ തന്നെ അങ്ങ് പറഞ്ഞു പോകാം. സോ വളരെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഫ്രെഡിയെ കാണിക്കുകയാണ്. ആളൊരു പാവത്താനാണ്, വളരെ ജെന്റിൽമാനാണ്. പക്ഷേ ഈ പെൺകുട്ടികളോട് ഡീൽ ചെയ്യാൻ അറിയില്ല. അവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഒരു 4-5 കൊല്ലമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഏതോ ഒരു മാരേജ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടി ഇന്ന് കാണാൻ വരുന്നുണ്ട്. പിന്നീട് അവളോട് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അറിയാലോ, ഈ പെൺകുട്ടികളോട് സംസാരിക്കാൻ പേടിയുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് എന്തോ ഡോക്ടർ ഫ്രെഡി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. എന്നാൽ പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. എന്തായാലും ആ പെൺകുട്ടി പോയ പോക്കാണെന്ന് ഡോക്ടർ ഫ്രെഡിക്ക് മനസ്സിലായി. പിന്നീട് വീട്ടിലേക്ക് വരികയാണ്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബിയുണ്ട്, അതായത് ചെറിയ ചെറിയ എയറോപ്ലെയിനിൽ ഇങ്ങനെ ചുമ്മാ പെയിന്റ് അടിക്കുക. ആ നേരത്ത് അവന്റെ ആന്റി വിളിക്കുന്നുണ്ട് കേട്ടോ. ആന്റി പറയുന്നുണ്ട്, നിന്റെ പെയിന്റ് അടിയൊക്കെ നിർത്തി ഫുഡ് കഴിച്ച് വേഗം കെടുക്കാൻ നോക്കിക്കോന്ന്. എന്നാൽ ഫ്രെഡി പറഞ്ഞു, ആ ഓക്കെ ആന്റി, ഞാൻ അങ്ങനെ ചെയ്തോളാം. അതുപോലെ തന്നെ ഫ്രെഡിയുടെ ആ ഒരു ടേബിളിൽ ഒരു കുഞ്ഞി ആമേനെ കണ്ടോ, ഹാഡി എന്നാണ് ഫ്രെഡി അതിനെ വിളിക്കുന്നത്. ശരിക്കും ഒരു മനുഷ്യനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഫ്രെഡി അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുമുണ്ട്. അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ആ നേരത്ത് പുറത്തു നിന്നും 2 പെൺകുട്ടികളും അതുപോലെ തന്നെ 2 ആൺകുട്ടികളും സംസാരിക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ രണ്ടുപേരും നിന്ന് പൂരം കിസ്സടിയാണ് കേട്ടോ. ഈ പാവത്തിന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറച്ചു നേരം അത് അറിയാതെ നോക്കി പോവാണ്. ഇത് ആ ഒരു പെൺകുട്ടിയുണ്ട്. വൃത്തിയേട്ടവൻ വായി നോക്കുന്നു പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പോവാണ്. എന്തോ നമ്മുടെ ഡോക്ടർ ഫ്രെഡി ഒന്ന് ഇൻസൾട്ടഡ് ആയി പോവാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയായി നേരെ ക്ലിനിക്കിലേക്ക് പോവാണ്. പെൺകുട്ടികളോട് സംസാരിക്കാൻ മാത്രമേ പേടിയുള്ളൂ. പക്ഷേ പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഫ്രെഡി ഒരു കിടിലൻ ഡെന്റിസ്റ്റ് ആണ്. അതായത് ആ ഒരു ഏരിയയിലെ തന്നെ ഒരു ബെസ്റ്റ് ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെ ഡോക്ടർ ഫ്രെഡിക്ക് വീണ്ടും ഒരു കോള് വരികയാണ്. ഇതേപോലെ മാരേജ് മാട്രിമോണിയിൽ നിന്നാണ് ആ ഒരു പെൺകുട്ടി വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമുക്കിന്ന് നാളെ കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയണം. എന്തോ ഫ്രെഡിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ അവിടെ പോയിരിക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ആ ഒരു പെൺകുട്ടി വരുന്നില്ല. ആ സമയത്താണ് ഫ്രെഡി ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി അവനെ വിളിച്ച് ചുമ്മാ പ്രാങ്ക് ചെയ്തായിരുന്നു. ആ പ്രാങ്ക് ചെയ്ത ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. 2 പെൺകുട്ടികളും അതുപോലെ തന്നെ 2 ആൺകുട്ടികളും. ഫ്രെഡിയുടെ ഈ സ്വഭാവമൊക്കെ അറിയാം. അവന് പെണ്ണ് നോക്കി നടക്കുകയാണ്, അവന് കിട്ടുന്നുമില്ല. സോ ഇതെല്ലാം വെച്ച് അവനെ നന്നായിട്ട് ഇവരിട്ട് കളിയാക്കി അങ്ങോട്ട് വിടുകയാണ്. പാവം വല്ലാണ്ട് ഇൻസൾട്ടഡ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു കഫേയിൽ ഉണ്ടായിരുന്ന ഒരു ഷെഫ് ഡോക്ടർ ഫ്രെഡിയെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആ ഷെഫിനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ഡോക്ടർ ഫ്രെഡിയും അതുപോലെ തന്നെ അവന്റെ ആ ഒരു ആന്റി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആന്റി പറയുന്നുണ്ട്, എന്റെ പൊന്നു ഫ്രെഡി, ഞാൻ ചാവുന്നതിന് മുന്നേ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് നീ ഒന്ന് കല്യാണം കഴിക്കണം കേട്ടോ. അപ്പൊ തന്നെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അത്യാവശ്യം മെലിഞ്ഞ് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. ഇപ്പൊ ആന്റി പറയാണ്, ഫ്രെഡി ചെന്നൊന്ന് മുട്ടി നോക്ക്, അവളുടെ കൂടെ ആരുമില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഫ്രെഡി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ എന്താ ഈ സംസാരിക്കേണ്ടതെന്ന് അവന് തിരിയുന്നില്ല. ഇപ്പൊ ആ ഒരു പെൺകുട്ടി എന്താ കാര്യം ചോദിച്ചപ്പോൾ പിണ്ണാക്കിന് എന്താവില്ല അമ്മാതിരി ഒരു വർത്താനം ഡോക്ടർ ഫ്രെഡി ചോദിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടികളോട് സംസാരിക്കാൻ അറിയില്ല. എന്നാൽ ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. ഭയങ്കര ഗൗരവക്കാരനാണ്. ആളുടെ പേര് റസ്റ്റം എന്നാണ്. അപ്പൊ ഈ റസ്റ്റം വന്നിട്ട് എന്താ നീ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്? സ്റ്റോക്ക് ചെയ്യാണോ? ഇത് എന്റെ ഭാര്യയാണ്, വെറുതെ അനാവശ്യമായിട്ട് സംസാരിക്കാൻ വന്നാണ്ടല്ലോ. അവിടെ വെച്ച് ഭയങ്കരമായിട്ട് അലമ്പാവുന്നുണ്ട്. ഈ റസ്റ്റം എന്ന് പറഞ്ഞ ആള് ഫ്രെഡി അവിടുന്ന് ദേഷ്യത്തിൽ തള്ളിയിടുകയാണ്. മാത്രമല്ല അയാളുടെ ഭാര്യയായിട്ടുള്ള ഈ സ്ത്രീ ഉണ്ടല്ലോ, അവളുടെ പേര് കൈനാസ് സിറാനി എന്നാണ്. അപ്പോൾ ഈ കൈനാസിനെയും കൂട്ടി വളരെ ദേഷ്യത്തിൽ അവൻ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഡോക്ടർ ഫ്രെഡി അവിടെ വെച്ച് ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആയെങ്കിലും അന്ന് രാത്രി വീട്ടിൽ പോയ സമയത്തും ആ പെൺകുട്ടിയുടെ മുഖം അവന് മറക്കാൻ കഴിയുന്നില്ല. അത്രക്കും ആ ഒരൊറ്റ നോട്ടത്തിൽ ഈ കൈനാസിനെ അവൻ ഇഷ്ടപ്പെട്ടു പോയി. അവളൊരു മാരീഡ് ആയിട്ടുള്ള ആളാണെന്ന് മനസ്സിലായിട്ട് കൂടെ അവളോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം യാദൃശ്ചികമായിട്ട് ഈ കൈനാസ് ഉണ്ടല്ലോ ഡോക്ടർ ഫ്രെഡിയുടെ ക്ലിനിക്കിലേക്ക് വരികയാണ്. പല്ലിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഫ്രെഡി ഒന്ന് ഷോക്കായി പോകാൻ കേട്ടോ. ചെറിയ നിസ്സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നല്ലോ അവളുടെ പല്ലിന്. അപ്പോൾ ഒരു ദിവസം വന്നാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാന്ന് പറയാണ്. അങ്ങനെ പോകാൻ നേരത്തെ ഡോക്ടർ ഫ്രെഡിയുടെ അമ്മയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അവർ അത്യാവശ്യം ഫേമസ് ആണ്. അവന്റെ അമ്മ ഒരു പാട്ടുകാരിയായിരുന്നു. എന്നാൽ ഇപ്പൊ ജീവനോടെ ഇല്ല. ഇപ്പൊ ഈ കൈനാസിനുണ്ടല്ലോ അവന്റെ അമ്മയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. സോ അത് വെച്ച് സംസാരിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കമ്പനി ആവുന്നുണ്ട്. പിന്നീട് ഫ്രെഡി പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ദിവസം കൈനാസ് ഇങ്ങോട്ടേക്ക് വരികയാണ്. അവളുടെ പല്ലിൽ എന്തോ ചെറിയൊരു തകരാറുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് മാറ്റാനായിട്ട് അതിനായിട്ട് അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്. അവള് ബോധം കെട്ട്, അതായത് മയക്കത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ആ നേരത്ത് അവളൊന്ന് ചുംബിക്കാനായിട്ട് ഫ്രെഡി പോകുന്നുണ്ടെങ്കിലും ചുംബിച്ചൊന്നുമില്ല കേട്ടോ. അത്രയൊരു ആഗ്രഹം അവൾ ഒറ്റയ്ക്ക്, അവൾക്ക് ബോധമില്ലാതെ അവളിങ്ങനെ അടുത്ത് കിട്ടിയതല്ലേ. എന്നാൽ ഒരു കാര്യം അവൻ ധൈര്യമായിട്ട്
പറഞ്ഞു ഐ ലവ് യു കൈനാസ് ഇറാനി. എന്തായാലും ആ ഒരു ചെറിയ സർജറി എല്ലാം കഴിഞ്ഞു. ഫ്രെഡി ഇപ്പോൾ അവൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നെല്ലാം കൊടുക്കുകയാണ്. ചെറിയൊരു വേദന അവൾക്ക് ഉണ്ടായിരുന്നു. എന്നാലും 2 ദിവസം കഴിഞ്ഞ് ഫോളോ അപ്പിനായിട്ട് ഒന്ന് വരണമെന്ന് ഫ്രെഡി പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് കൈനാസ് ഇറാനി അവിടെ നിന്ന് പോവാണ്. എന്നാൽ അവൾ അത്യാവശ്യം വൈകിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഹസ്ബൻഡ് നല്ല ദേഷ്യത്തിലാണ്. വന്ന പാടിനെ ചൂടാവുകയാണ്. ഇത്രയും നേരം എവിടെ പോയി കിടക്കുകയായിരുന്നടി, എത്ര നേരമായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്, എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് ഇയാൾ ബിഹേവ് ചെയ്യാണ്. എന്നാൽ ഇപ്പൊ കൈനാസ് പറയണം എനിക്ക് വയ്യ. എന്നാൽ അതിനുശേഷം കൈനാസിന് അവിടെ ഇട്ട് വളരെ ക്രൂരമായിട്ട് തന്നെ അവളുടെ ഭർത്താവ് റെസ്റ്റ് മർദ്ദിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഈ കാര്യം ചാനലിലൂടെ ആര് കാണുന്നുണ്ട്? നമ്മുടെ ഡോക്ടർ ഫ്രെഡി കാണുകയാണ്. അല്ല, അവൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ കൈനാസ് അവിടെ അവളുടെ ഡീറ്റെയിലും അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തായിരുന്നു. അപ്പൊ ആ ഒരു അഡ്രസ്സ് തപ്പി പിടിച്ച് അവളെ കാണാനായിട്ട് ഫ്രെഡി അവന്റെ കാറിൽ താഴെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പത്തിന് അവൻ കാണുന്നത് ഈ കൈനാസിനെ അവളുടെ ഭർത്താവ് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഒരു സ്വബോധവും ഇല്ലാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി നേരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ നിൽക്കുകയാണ്. എന്നാൽ എന്ത് പറഞ്ഞിട്ടാ പോയി തടുക്കണ്ടേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കില് അവൻ എന്ത് ചെയ്യാനാ? പിന്നെ ക്ഷമിച്ച് കാറിന്റെ ഉള്ളിലേക്ക് വന്നിരുന്ന് എന്തൊക്കെയോ ഒരു പെരുമാറ്റം കേട്ടോ. പിന്നീട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അതായത് അവന്റെ മൈൻഡിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ചെറുപ്പം മുതൽ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും അനുഭവിച്ച ഒരാളായിരുന്നു ഈ ഒരു ഫ്രെഡി. അതായത് അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ അവന്റെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നായിരുന്നു. അതിന്റെ ആ ഒരു രക്തം അവന്റെ കൈയുടെ ഒരു ഭാഗത്ത് തെറിച്ചായിരുന്നു. ആ ഒരു മെന്റൽ ട്രോമയിൽ നിന്നും ഇപ്പോഴും അവൻ പുറത്തേക്ക് വന്നിട്ടില്ല. അവന്റെ സ്വഭാവം ഇങ്ങനെ ആകാൻ കാരണം തന്നെ ചെറുപ്പത്തിൽ നടന്ന ആ ഒരു സംഭവമാണ്. എന്തായാലും ആ രാത്രി മുഴുവനും ഫ്രെഡി ഈ കൈനാസിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇന്ന് ഫോളോ അപ്പിനായിട്ട് കൈനാസ് വരേണ്ടതാണ്. എന്നാൽ ഇത്രയും നേരമായിട്ട് കൈനാസ് വന്നിട്ടില്ല. അതുകൊണ്ട് ഫ്രെഡി തന്നെ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് എന്താ വരാത്തത്, എന്തായാലും ഇന്ന് വരണം, ചെക്കപ്പ് ചെയ്യണം എന്ന് പറയണം. എന്നാൽ കൈനാസ് പറയുന്നത് സോറി, ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടോളാം. അതൊന്നും വേണ്ട, എന്റെ ഹസ്ബൻഡിന് അതൊന്നും ഇഷ്ടാവില്ല എന്ന് കൈനാസ് പറയാണ്. എന്നാൽ പുറത്തേക്ക് വല്ല പാർക്കിലേക്കെങ്കിലും വാ, ഞാൻ അവിടെ വെച്ച് നോക്കാം, കാരണം ഇന്ന് എന്തായാലും അത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ വിഷയമാവും. അതായത് ഫ്രെഡിക്ക് എങ്ങനെയെങ്കിലും കൈനാസിനെ കണ്ടേ മതിയാവുള്ളൂ. അങ്ങനെ അവസാനം നമ്മുടെ കൈനാസ് ഇറാനി സമ്മതിക്കുകയാണ്. രണ്ടുപേരും കൂടെ ഒരു പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ നേരത്ത് അവളുടെ മുഖത്ത് അടിക്കൊണ്ടതിന്റെ പാടുണ്ടായിരുന്നു. ഫ്രെഡിക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി. കൈനാസും എന്താ സംഭവിച്ചതെന്ന് ഒരു എന്താ പറയാ പറയാതെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ക്ലിനിക്കിലേക്ക് വരാൻ പറ്റില്ല എന്നും നമ്മുടെ ഈ ഒരു കൈനാസ് പറയാണ്. അപ്പൊ ഫ്രെഡി പറയണ പേടിക്കണ്ട, ഞാൻ വന്ന് നിങ്ങളെ പരിശോധിച്ചോളാം. ഇപ്പൊ കൈനാസും ഫ്രെഡിയോട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. അതായത് രണ്ടുപേരുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രെഡി അവന്റെ ടോട്ടൽ ലുക്കും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് മാറ്റുകയാണ്. കാശ് വാരി എറിയുന്നുണ്ട്. നല്ല ഡ്രസ്സും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലും സ്പെക്സും എല്ലാം പുതിയതാക്കുകയാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ വേണ്ടി മാത്രം കാർ എടുത്തുകൊണ്ട് എന്താക്കും ഫ്രെഡി അവളുടെ വീടിന്റെ ആ ഒരു ഭാഗത്ത് വന്ന് നിൽക്കും. അവളുടെ ഹസ്ബൻഡ് റസ്റ്റം എന്നും രാവിലെ ഓടാനായിട്ട് ഒരു 5-5:30 ആകുന്ന സമയത്ത്, അതായത് നേരം വെളുക്കുന്നതിന്റെ മുന്നേ പോകും കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ അയാളുടെ ഒരു ശീലാണ്. എന്നാൽ ആ ഒരു കറക്റ്റ് സമയം നോക്കി ഫ്രെഡി എന്താക്കും കൈനാസിന് വിളിക്കും. എന്നാൽ കൈനാസ് പറയുന്നത് ഈ സമയത്തൊന്നും വിളിക്കല്ലേ, എന്റെ ഹസ്ബൻഡിന് അത് ഇഷ്ടാവില്ല. സത്യം പറഞ്ഞാൽ കൈനാസിന് അവളുടെ ആ ഒരു ലൈഫെല്ലാം മടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹസ്ബൻഡായിട്ടുള്ള റസ്റ്റത്തിനെ പേടിച്ചുകൊണ്ട് അവൾ അങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ആ നേരത്താണ് ഫ്രെഡിയെ പോലെ ഒരാൾ അവൾ മീറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു അവിഹിതമാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്നിരുന്നാലും അവളുടെ ഭാഗത്ത് ഒരു ന്യായം ഉണ്ടായിരുന്നു. ഒരു സ്നേഹവും കിട്ടാതെ ഒരു രാക്ഷസന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഇതുപോലെ സ്നേഹവുമായിട്ട് ഒരാൾ വരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ മനസ്സ് മാറാതിരിക്കുമോ? പാവം അവളുടെ മനസ്സ് പതിയെ പതിയെ മാറാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഫ്രെഡിയുടെ ലൈഫും പയ്യെ പയ്യെ എന്താ പറയുക ഒരു പെൺകുട്ടിയായിട്ട് കമ്പനി ആവാൻ തുടങ്ങുകയല്ലേ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പിന്നീട് രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ തന്നെ ഫോൺ കോളായി, ചെറിയ കമ്പനിയായി, സിനിമക്ക് പോകലായി. അവിടെ വെച്ച് ആദ്യമായിട്ട് അവൻ ചുംബിക്കാൻ തുടങ്ങി. ഇപ്പൊ കൈനാസും അതുപോലെ തന്നെ തിരിച്ചൊന്ന് ചുംബിക്കുകയാണ്. രണ്ടുപേരും എന്താ പറയാ മനസ്സറിഞ്ഞ് അവിടെ വെച്ചൊന്ന് ചുംബിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് കൈനാസിന് എന്തോ ഇത് ചെയ്യുന്നത് തെറ്റാന്ന് മനസ്സിലായിട്ട് അവൾ വേഗം ആ ഒരു തിയേറ്ററിൽ നിന്ന് പോവാണ്. ഫ്രെഡി പിന്നാലെ തന്നെ ചെന്നെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു 4-5 ദിവസത്തേക്ക് അവളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, ഒരു വിവരവും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഫ്രെഡി ആകെ ടെൻഷനിലാണ്. അവന്റെ സ്വഭാവം അറിയാലോ. അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇടക്കിടക്ക് വന്ന് പോകേണ്ടതാണ്, ചെക്ക് ചെയ്യേണ്ടതാണ്. ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് അവസാനം ഫ്രെഡി ഒരു തീരുമാനം എടുക്കുകയാണ്, നേരെ വീട്ടിലേക്ക് കയറി ചെല്ലാന്ന്. അതായത് അവളുടെ ഹസ്ബൻഡ് റെസ്റ്റും ഇല്ലാത്ത സമയം നോക്കി ഫ്രെഡി നേരെ അങ്ങോട്ടേക്ക് ചെന്നു. വാതിൽ മുട്ടി. അവൾ വാതിൽ വന്ന് തുറക്കുകയാണ്. അവളുടെ മുഖം കണ്ട് ഫ്രെഡി ആകെ ഞെട്ടിപ്പോയി. അടിച്ച് പഴുപ്പിച്ച് വെച്ചിട്ടുണ്ട് അവളുടെ മുഖമൊക്കെ. മറ്റാരുമല്ല, അവളുടെ ഭർത്താവ് തന്നെ. എന്തുകൊണ്ടായിരിക്കും എന്ന് ഊഹിക്കാനല്ലേ ഉള്ളൂ. ചുമ്മാ കറങ്ങി നടക്കുന്ന കാര്യമൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തതായിരിക്കും. എന്തായാലും വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അവളുടെ മുഖത്തിനിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. 2 ഭാഗത്തും ആ ഒരു നെറ്റിയിലും ഫുള്ള് കരിവാളിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഫ്രെഡി ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ഇടയിലുള്ള ആ ഒരു ബന്ധം എന്താന്ന് രണ്ടുപേരും മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരു പ്രണയമാണോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ? എന്തായാലും അവിടെ വെച്ച് കൈനാസിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. ഫ്രെഡി കെട്ടിപ്പിടിച്ചാൻ കരയാൻ തുടങ്ങുകയാണ്. കാരണം അവളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അയാളെ പേടിയാണ് കൈനാസിന്. അവളുടെ അപ്പോഴത്തെ ആ ഒരു ദയനീയാവസ്ഥ പിന്നീട് ഉള്ളിൽ പോയിട്ട് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നീട് ഫ്രെഡി എന്താണ് നിന്റെ ഭർത്താവിന്റെ ജോലി, എന്താണ് പ്രൊഫഷൻ? കൈനാസ് പിന്നീട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ അത്യാവശ്യം നല്ലൊരു ബിസിനസ്സുകാരനാണ്, സാമ്പത്തിക ശേഷിയുണ്ട്, അത്യാവശ്യം പവർഫുൾ ആണ്. വലിയൊരു റെസ്റ്റോറന്റ് തന്നെ അയാളുടെ കയ്യിലുണ്ട്. അതാണ് അയാളുടെ വരുമാന മാർഗം. നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ ഫ്രെഡി, അയാൾ
നമ്മൾ രണ്ടുപേരെയും കൊന്നു കളയും. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അയാളെ വിട്ടു വരണം, നിന്റെ കൂടെ ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ ഫ്രെഡിക്കും എന്ത് അവളോട് പറയണമെന്ന് തിരിയുന്നില്ല കേട്ടോ. പിന്നീട് രണ്ടുപേരും മറ്റൊരു ദിവസം പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാണ്. അപ്പൊ ഫ്രെഡി ഇപ്പോൾ കൈനാസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു വഴിയുണ്ട്, എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അത് കേട്ടപ്പോൾ തന്നെ കൈനാസ് ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. അല്ല ഫ്രെഡി, നീ എന്താ ഉദ്ദേശിച്ചത്? അത് തന്നെ, അവൻ ഒഴിവാക്കാം. ശരിക്കും കൈനാസ് ഞെട്ടിപ്പോയി കേട്ടോ. ഫ്രെഡി, നീ എന്താ ഈ പറയുന്നത്? കൊല്ലാനോ? എന്നെ കൊണ്ടൊന്നും ആവില്ല, എനിക്ക് പേടിയാണ്. അപ്പൊ ഫ്രെഡി പറയാണ്, ലൈഫ് മുഴുവൻ ഇതുപോലെ നരകിച്ച് ജീവിക്കാനാണോ അപ്പൊ നീ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഒന്നും അറിയണ്ട, ഞാൻ നോക്കിക്കോളാം. ഇനിയുള്ള ഒരാഴ്ചത്തേക്ക് നമ്മൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. എന്നെ വിളിക്കുകയും വേണ്ട, ഒരു മെസ്സേജും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ കൈനാസിനും പേടിയുണ്ടെങ്കിലും അവളും അതിന് സമ്മതം മൂലമാണ്. ഓക്കെ, നീ എന്താ ചെയ്യേ, എനിക്ക് ആഗ്രഹമുണ്ട് ഈ ലൈഫിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന്. പിന്നീട് കുറച്ച് ദിവസം ഉണ്ടല്ലോ, കൈനാസ് അവളോട് യാതൊരു കോണ്ടാക്റ്റും ഡോക്ടർ ഫ്രെഡി വെക്കുന്നില്ല. മാത്രമല്ല എന്നും രാവിലെ റെസ്റ്റും ഓടാൻ പോകാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു ചുറ്റുപാട് ഇതെല്ലാം നന്നായിട്ട് തന്നെ ഫ്രെഡി നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതിനിടയിൽ ഇയാൾ ഇല്ലാതായി കഴിഞ്ഞാൽ കൈനാസ് എന്റേതാവുമല്ലോ. സോ അവളുടെ കൂടെ ജീവിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ആ ഒരു വലിയ സ്വപ്നത്തിലാണ് ശരിക്കും ഇപ്പോൾ ഫ്രെഡി. ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, ഒരു മർഡർ ആണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന ആ ഒരു ലൈഫിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഫ്രെഡി ഇപ്പോൾ. എന്തായാലും അവന്റെ പ്ലാന് പോലെ നല്ലൊരു ദിവസം കണ്ടുവച്ചു. ചുറ്റും ആരുമില്ല എന്ന് ഉറപ്പാക്കി. അങ്ങനെ അവന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഒരു ഗണ്ണുണ്ട്, അതിൽ ബുള്ളറ്റ് എല്ലാം ലോഡ് ചെയ്ത് രാവിലെ ഈ റെസ്റ്റ് നടക്കാൻ പോകുമ്പോൾ അവന്റെ പിന്നാലെ പതിയെ കാറുമായിട്ട് പോവാണ്. നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അടുത്തേക്ക് ചെന്ന് വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ കാർ ഇടിച്ചു കൊല്ലുക, ഏതോ ഒന്നായിരുന്നു അവന്റെ മനസ്സിൽ. പക്ഷേ അവൻ അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ അവൻ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയാ വേജാറാവുക, ടെൻഷൻ ആവുക പറയില്ലേ, അതിൽ ഈ റെസ്റ്റ് അതിനെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. എന്നാലും റെസ്റ്റ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാറ് റിവേഴ്സ് എടുത്ത് കൊണ്ടുവന്ന് വീണ്ടും അവന്റെ ദേഹത്തേക്ക് കയറ്റി, പിന്നീട് ഒന്നുകൂടെ കയറ്റി 3 തവണ അവന്റെ ദേഹത്ത് കാറ് കയറ്റുന്നുണ്ട്. ഇതുവരെ പെണ്ണ് കിട്ടാത്തവന്റെ ഒരു രോദനാണിത്. ഈ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കിട്ടുമല്ലോ, അതിന്റെ പേരിലാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും കുറച്ച് കടുത്തു പോയി കേട്ടോ. എന്തായാലും ആ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞു. ഇതിനുശേഷം ഫ്രെഡി കുറച്ച് അകലെയുള്ള അവരുടെ ഒരു ഫാമിലി ഫാം ഹൗസ് ഉണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. 2-3 ദിവസം അവിടെ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല ഒരു മെക്കാനിക്കിനെ വിളിച്ച് കാറിന്റെ ഫ്രണ്ട് ഭാഗം ചെളങ്ങിയിട്ടുണ്ടല്ലോ അതെല്ലാം മാറ്റുന്നുണ്ട്. ക്ലിനിക്കിലേക്ക് പോയിട്ടില്ല കേട്ടോ, കുറച്ച് ദിവസം ലീവ് എടുക്കുകയാണ്. ആ ഒരു സമയത്തെല്ലാം ഫ്രെഡി ഇനി വരാനിരിക്കുന്ന അവന്റെ ആ ഒരു ലൈഫ്, കൈനാസിന്റെ കൂടെയുള്ള ആ ഒരു ജീവിതം, അതങ്ങനെ സ്വപ്നം കണ്ടാണ് അവന് ഓരോ നിമിഷവും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. എന്തായാലും പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഫാം ഹൗസിൽ നിന്നും ഫ്രെഡി ഇപ്പോൾ ടൗണിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി വർക്കും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ കൈനാസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്കായിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ ഫ്രെഡി ഇപ്പോൾ കൈനാസിനെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് നേരിട്ട് ചെല്ലുകയാണ്. എന്തായാലും റെസ്റ്റ് മരിച്ചല്ലോ, ഇപ്പൊ അവൻ അവിടെ ഉണ്ടാവില്ലല്ലോ. അവളിപ്പോൾ വാതിൽ തുറന്നു. കൈനാസ് ഫ്രെഡിയെ കണ്ട പാടിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് രണ്ടുപേരും ഉള്ളിൽ പോയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അതവന്റെ ഉള്ളിലൊരു തോന്നൽ മാത്രമായിരുന്നു. ശരിക്കുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഫ്രെഡി നേരെ ചെന്ന് വാതിൽ മുട്ടിയ സമയത്ത് വാതിൽ തുറന്നത് കൈനാസ് ആയിരുന്നില്ല. അതിന് പകരം നല്ലൊരു ജിം ബോഡിയൊക്കെ ആയിട്ടുള്ളൊരു കിടിലം പയ്യനായിരുന്നു. അവന്റെ പേരാണ് റെയ്മോണ്ട്. ഇപ്പൊ ഉള്ളിൽ നിന്നും റെയ്മോണ്ട് ഒരു വിളി കേൾക്കാണ്, ആരാണ് ബേബി, ആരാ വന്നേന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കൈനാസ് അങ്ങോട്ടേക്ക് വരികയാണ്. അവളുടെ ലുക്ക് ടോട്ടലി മാറിയിട്ടുണ്ട്. ഭയങ്കര മോഡേൺ ആയിട്ടുള്ള വേറൊരാളെ പോലെ തന്നെ കൈനാസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രെഡിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, കൈനാസിന്റെ കൂടെ ആരാണിത്, എന്തിവിടെ നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ഫ്രെഡി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ കൈനാസ് പറയണ്, ഫ്രെഡി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നിന്നെ യൂസ് ചെയ്തതാണ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ എൻ്റെ ലൈഫിൽ നിന്നും ഒഴിവാക്കണമായിരുന്നു. അയാളുടെ റെസ്റ്റോറൻറ്റ് അതെനിക്ക് വേണമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഡയറക്റ്റായിട്ട് കൊന്നു കളഞ്ഞാലേ എൻ്റെ പേരിൽ പെട്ടെന്ന് കേസ് വരും, ഞാൻ പിടിക്കപ്പെടും. പക്ഷേ ഒരു പ്രണയത്തിൽ നിന്നെ വീഴ്ത്തി നീ അതിനുവേണ്ടി കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ രണ്ടുപേരും നിന്നെ നോട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണോ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അല്ലാതെ നിന്നോടുള്ള ദിവ്യ പ്രണയം കൊണ്ടൊന്നുമല്ല ഇത്രയും ദിവസം ഞാൻ നിന്റെ കൂടെ സംസാരിച്ചതും പെരുമാറിയതും. അതുപോലെ നീ കരുതുന്നത് പോലെ എൻ്റെ ഭർത്താവ് അത്ര വലിയ ക്രൂരനൊന്നുമല്ല, ചുമ്മാ ഓരോ നാടകം ഞാൻ ഉണ്ടാക്കിയതാ. കാരണം എന്നോട് നിനക്കൊരു സെന്റിമെന്റ്സ് വരണല്ലോ, ആ സെന്റിമെന്റ്സിന്റെ പുറത്ത് നീ റെസ്റ്റതിനെ കൊല്ലണല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പദ്ധതി? പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകുന്നു, അതിന്റെ ആ ഒരു ഫോട്ടോസ് വീഡിയോസ് ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്കെതിരെയായിട്ട് നീ തിരിയാണെങ്കിൽ ഉറപ്പായിട്ടും പോലീസിൽ ഞാൻ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കും. അതായത് നീ എന്നെ വല്ലാണ്ട് ശല്യം ചെയ്തു, എന്നെ സ്വന്തമാക്കാനായിട്ട് എൻ്റെ ഭർത്താവിനെ നീ കൊന്നു എന്ന് ഞാൻ വരുത്തി തീർക്കും. ഇത് കേട്ട് ആകെ ഷോക്കായി പോയ ഫ്രെഡി ഇപ്പോൾ അവളെ പിടിക്കാൻ ചെല്ലുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന റെയ്നോൾഡ് ഉണ്ടല്ലോ, അവൻ എന്താക്കി ഫ്രെഡി അടിച്ച് ഇടുകയാണ്. നിലത്ത് വീണെടുക്കുന്ന അവന്റെ മുഖത്ത് ഈ റെയ്നോൾഡ് ചവിട്ടി പിടിച്ചിട്ട് എഴുന്നേൽക്കാൻ പോലും ഫ്രെഡിക്ക് പറ്റുന്നില്ല. ഇതേ നേരം തന്നെ കൈനാസ് വന്നിട്ട് അവനോട് പറയാണ്, ടാ ഇത്രയും ദിവസം നീ എന്നെ തൊടുന്ന സമയത്ത് അറപ്പോട് കൂടിയിട്ടാടാ ഞാൻ നിന്നെ കണ്ടത്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു ദിവസം ഞാൻ നിനക്കിട്ട് പണിയല്ലോ എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പോൾ എൻ്റെ മോനൊരു കാര്യം ചെയ്യേ, ഒന്നും നോക്കാതെ തിരിഞ്ഞ് നോക്കാണ്ട് വീട്ടിലേക്ക് വിട്ടോ. ഈ പരിസരത്തേക്ക്
ഇനി വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നാട്ടിച്ച് പുറത്താക്കുകയാണ് കേട്ടോ. നാണം കെട്ട് നാറി ഒരു മനുഷ്യനെ കൊന്ന് സകലമായ ഫ്രസ്ട്രേഷനിലും നമ്മുടെ ഫ്രെഡി വീട്ടിലേക്ക് വന്ന് ആ ഒരു ഫ്ലോറിൽ കിടന്ന് കുഞ്ഞുങ്ങളെ പോലെ നിലവിളിച്ച് കരയാൻ തുടങ്ങണം. കാരണം അത്രയും വലിയൊരു ചതിയല്ലേ അവൻ നേരിട്ടിരിക്കുന്നത്. അവനെ കൊണ്ട് അത് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുപോലെ തന്നെ കൈനാസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾക്ക് അവളുടെ ഭർത്താവായിട്ടുള്ള റെസ്റ്റത്തിന് ഒഴിവാക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ റെയ്മോണ്ട് അവന്റെ കൂടെ ജീവിക്കുകയും ചെയ്യണം. പ്രധാനമായിട്ടും ആ ഒരു റെസ്റ്റോറന്റ് അത് അവളുടെ കയ്യിലേക്ക് വരണം. സോ ഇപ്പൊ അത് വന്നു കഴിഞ്ഞു. ഇപ്പൊ അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നോക്കി നടത്തുന്നത് അവൾ തന്നെയാണ്. അതുപോലെ ഡോക്ടർ ഫ്രെഡി അവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജോലിയിൽ മര്യാദക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയില്ല, ഒന്ന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല. എന്നാലും ക്ലിനിക്കിലേക്ക് പോകും, പേഷ്യൻസിനെ കാണും. ആ മൈൻഡിൽ നിന്നും ഈ ഒരു കാര്യം പോകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഫ്രെഡി ഇപ്പോൾ അവളെ കാണാനായിട്ട് അവളുടെ ആ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സ്വന്തം കെട്ടിയവനെ കൊന്ന് സ്വന്തമാക്കിയ റെസ്റ്റോറന്റ്. അവിടെ എത്തിയിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്യാണ്. അതേ നേരം തന്നെ കൈനാസ് അവനെ കാണുന്നുണ്ട്. കൈനാസ് പെട്ടെന്ന് തന്നെ റൈമോണ്ടിനെ വിളിക്കുന്നുണ്ട്. വന്നേ, ദാ ഒരാൾ വന്നിട്ടുണ്ട്, നോക്കിക്കേന്ന് പറയാണ്. ഇപ്പൊ അവർ രണ്ടുപേരും നിൽക്കുന്നത് നമ്മുടെ ഫ്രെഡിയും കാണുന്നുണ്ട് കേട്ടോ. ഒരു വല്ലാത്ത രീതിയിൽ ഫ്രെഡി അവരെ നോക്കുകയാണ്. എന്നിട്ട് ആ ഒരു മിൽക്ക് ഷേക്ക് മുഴുവനായിട്ടും കുടിച്ചു തീർത്തു. എന്നിട്ട് ഒരെണ്ണം കൂടെ വേണമെന്ന് പറയണം. ഇതേ നേരം തന്നെ ഫ്രെഡി ഒരു വല്ലാത്ത രീതിയിൽ അവരെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈനാസിന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഈ ഒരു റൈമോണ്ട് മനഃപൂർവ്വം ഫ്രെഡിയെ ചൊറിയാൻ വേണ്ടി, വേദനിപ്പിക്കാൻ വേണ്ടി കിസ് ചെയ്യാണ്. അവന് കിട്ടാത്തൊരു കാര്യം, അവനെ ഇവര് ഇൻസൾട്ട് ചെയ്ത ആ ഒരു കാര്യം, ഇതെല്ലാം വെച്ച് പരമാവധി ആ ഒരു മനുഷ്യനെ കൊന്ന് കൊലവിളിക്കുകയാണ്, വേദനിപ്പിച്ചു കൊല്ലുകയാണ്. എന്നാൽ ഇതേ നേരം ഒരനക്കം പോലും ഇല്ലാതെ, മുഖത്തൊരു എക്സ്പ്രഷൻ പോലും ഇല്ലാതെ ഫ്രെഡി വീണ്ടും മൂന്നാമതൊരു ജ്യൂസ് കൂടെ പറയുന്നുണ്ട്. അതും മുഴുവനായിട്ട് കുടിച്ചു തീർക്കുകയാണ്. വീണ്ടും നാലാമതൊരെണ്ണം കൂടെ പറയാണ്. ഇത് കണ്ട സമയത്ത് കൈനാസ് എന്തെവിടെ നടക്കുന്നത്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറയണം. കാരണം അവനൊരു ഒരുമാതിരി സൈക്കോപാത്തിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ഇപ്പൊ റെയ്നോൾഡ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു ജ്യൂസ് ഗ്ലാസ് മേടിച്ചിട്ട് പറയണം ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അത് തുപ്പിയിട്ട് ഈ ഫ്രെഡിക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രെഡി എന്താ ചെയ്തതെന്ന് അറിയോ, ആ തുപ്പിയ ജ്യൂസ് മേടിച്ച് അവൻ കുടിക്കുകയാണ്. ഇത് കണ്ട് റെയ്നോൾഡിനും അതുപോലെ തന്നെ കൈനാസിനും ഒരുമാതിരി അറപ്പാകുന്നുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഫ്രെഡി ഇപ്പോൾ അവരെ നോക്കിയിട്ട് പറയാണ്, നീ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമ ചോദിക്കുക. അപ്പൊ തന്നെ കിട്ടുകയാണ് ഈ റെയ്നോൾഡിന്റെ കയ്യിൽ നിന്ന്. നല്ല ആരോഗ്യമുള്ള ആളാണ്. ആ അടിയിൽ ഫ്രെഡി തെറിച്ചു പോയി വീഴുന്നുണ്ട്. എഴുന്നേറ്റ് വീണ്ടും ആ ഒരു കസാരയിൽ ഇരിക്കുകയാണ്. പിന്നെയും കിട്ടുന്നുണ്ട് അടി. എന്നിട്ട് ഈ കൈനാസ് ഉണ്ടല്ലോ ഫ്രെഡിയെ നോക്കിയിട്ട് പറയണ, എടാ പുഴുത്ത പട്ടി, മര്യാദക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിക്കണം. ഇനി എങ്ങാനും എന്റെ പിന്നാലെ വന്നാൽ നീ എന്റെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് മര്യാദക്ക് തിരിച്ചു പോയിക്കാന്ന് പറയാണ്. അങ്ങനെ ഫ്രെഡി വീണ്ടും ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി അവിടുന്ന് പോവാണ്. എന്ന പക, ദേഷ്യം ഉള്ളിൽ കിടന്ന് തിളക്കുകയായിരുന്നു കേട്ടോ. കൈനാസും അതുപോലെ തന്നെ റെയ്നോൾഡ് ഇവർ രണ്ടുപേരും അറിയാതെ പല രീതിയിലും അവരിപ്പോൾ ഫ്രെഡി ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അവരുടെ റൂമിന്റെ ആ ഒരു കീ ഉണ്ടല്ലോ, അതൊരു കള്ളനെ ഉപയോഗിച്ച് തന്നെ ഒരു കള്ളച്ചാവി ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് അവരില്ലാത്ത നേരത്ത് ഡോക്ടർ ഫ്രെഡി അവരുടെ വീട്ടിലേക്ക് കയറുകയാണ്. മാത്രമല്ല പല്ലിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന് വന്ന സമയത്ത് കൈനാസ് അവൾക്ക് അലർജി ആയിട്ടുള്ള ചില കെമിക്കൽസ് എല്ലാം പറഞ്ഞായിരുന്നു. അത് അവർ കഴിക്കാൻ വെച്ച ആ ഒരു ഫുഡിലൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു ഹാൻഡ് വാഷ്, അതുപോലെ ഫേസ് വാഷ്, ഇതിലെല്ലാം ആ ഒരു കെമിക്കൽ മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർ കഴിക്കാൻ വെച്ച ആ ഒരു ഭക്ഷണം ഉണ്ടല്ലോ അതിൽ മയക്കുമരുന്നും ചേർക്കുകയാണ്. ഈ നേരത്താണ് പുറത്തേക്ക് പോയ കൈനാസും അതുപോലെ റെയ്മോണ്ട് തിരിച്ചു വന്നത്. ഫ്രെഡി വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജനലിന്റെ പിറകിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഉള്ളിലേക്ക് വന്നു. ഉള്ളിലേക്ക് വന്ന പാടനെ കൈനാസ് അവളുടെ ആ ഒരു ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ ഫേസ് വാഷ് ഇതെല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് മുഖം കഴുകുന്നുണ്ട്. അപ്പോഴേക്കും ഫ്രിഡ്ജിലെ ഫുഡ് ഞാൻ ചൂടാക്കാന്ന് പറഞ്ഞിട്ട് റെയ്മണ്ട് ഫ്രിഡ്ജിലെ ഫുഡ് ഇട്ട് ചൂടാക്കി അതിനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഈ ഒരു നേരത്ത് ഫ്രെഡി എന്താക്കി, നേരെ ആ ഒരു ജനലിന്റെ അരികിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് ആ ഭക്ഷണത്തിൽ ഒന്നുകൂടെ ആ ഒരു മയക്കുമരുന്നിന്റെ പൊടിയിട്ട് നേരെ പുറത്തേക്ക് പോവാണ്. എന്തായാലും ആ ഒരു മയക്കുമരുന്ന് ഇട്ട് വെച്ച ആ ഒരു ഫുഡ് ഉണ്ടല്ലോ റെയ്മോണ്ടും കൈനാസും നന്നായിട്ട് വെട്ടി വീഴുകയാണ്. ഇപ്പൊ രാത്രിയെ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ്. കൈനാസിന്റെ ആ ഒരു ഫേസ് വാഷിൽ ഓൾറെഡി ഒരു കെമിക്കൽ നമ്മുടെ ഫ്രെഡി ഇട്ടായിരുന്നല്ലോ, അത് അവൾക്ക് അലർജി ഉണ്ടാക്കുന്നതാണ്. അത് കാരണം അവളുടെ മുഖക്ക് ആകെ ഒരുമാതിരി ചൊറി പിടിച്ചതുപോലെ ആയിട്ടുണ്ട്. എന്തായാലും അർദ്ധരാത്രിയായപ്പോൾ റൂമിന്റെ ചാവി ഇപ്പോൾ ഫ്രെഡിയുടെ കയ്യിലുണ്ടല്ലോ, കള്ളച്ചാവി, അത് തുറന്ന് വീടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. രണ്ടുപേരും ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഫ്രെഡി ആദ്യം തന്നെ ചെയ്യുന്നത് ഈ കൈനാസിന്റെ ഫോൺ എടുത്ത് അവളുടെ കണ്ണുപയോഗിച്ച് അതിന്റെ ലോക്ക് തുറന്ന് ആ ഫോണിൽ നിന്ന് ഫ്രെഡിയുടെ ഫോണിലേക്ക് അവൻ തന്നെ ഒരു മെസ്സേജ് അയക്കുകയാണ്. അതെന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിനുശേഷം നേരെ റെയ്നോൾഡിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവന്റെ മുഖത്തിട്ട് ഒരു 2-3 തവണ നന്നായിട്ടിട്ട് അടിക്കുകയാണ്. എന്നിട്ട് അവന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും മുഴുവനായിട്ടും ഡിലീറ്റ് ആക്കുകയാണ്. അതായത് ഫ്രെഡിക്കെതിരെയായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് ആ ഒരു ഫോട്ടോസും വീഡിയോസ് ആണല്ലോ, മുഴുവനായിട്ടും ഡിലീറ്റ് ആക്കി. എന്നിട്ടും ഫ്രെഡിക്ക് ദേഷ്യം തീരുന്നില്ല കേട്ടോ. അവന്റെ മുഖത്തിട്ട് വീണ്ടും വീണ്ടും തല്ലുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ പുറത്തേക്ക് പോയി എന്നിട്ട് അവരുടെ ആ ഒരു കാർ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ബ്രേക്ക് ഓയിൽ റിമൂവ് ആക്കി കളയാണ്. അങ്ങനെ ആ ഒരു പരിപാടിയെല്ലാം ഒപ്പിച്ചതിന് ശേഷം ഫ്രെഡി അവിടുന്ന് പോകുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞു. നേരം വെളുക്കാനായപ്പോൾ കൈനാസിന് എന്തോ ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ. അവളിപ്പോൾ ഉറക്കത്തിൽ നിന്ന് പതി എഴുന്നേൽക്കാണ്. ഇത്രയും നേരം മയക്കുമരുന്നിന്റെ എഫക്റ്റ് കാരണം എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പൊ എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളുടെ
റെയ്മോണ്ടിന്റെ മുഖം കണ്ട് അവൾ ആ അലറി വിളിച്ച് കരയാണ്. അവൾ വേഗം തന്നെ റെയ്മോണ്ടിനെ വിളിക്കുകയാണ്. റെയ്മോണ്ടും അവളുടെ ആ ഒരു മുഖം കണ്ട് ഞെട്ടിപ്പോയി. അലർജി വന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ആ ഒരു ടാബ്ലറ്റ് ഇവിടെ ഉണ്ട്. വേഗം പോയിട്ട് ഷെൽഫ് തുറന്നു നോക്കുമ്പോൾ ഒരൊറ്റ ടാബ്ലറ്റ് പോലും അവിടെ ഇല്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൈനാസും റെയ്മോണ്ടും വേഗം മാറ്റി വണ്ടി എടുത്ത് പോവാണ്. എന്നാൽ സ്പീഡ് പോകുന്നു പറഞ്ഞിട്ട് ഈ കൈനാസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ റെയ്മോണ്ട് ചവിട്ടി വിടുകയാണ് കേട്ടോ. ഒരു ഘട്ടത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ പോയപ്പോൾ ബ്രേക്ക് ചവിട്ടാൻ നോക്കുമ്പോൾ ബ്രേക്ക് കിട്ടുന്നില്ല. വണ്ടിക്ക് ഇപ്പൊ യാതൊരു കൺട്രോളും ഇല്ല കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ കൈനാസ് ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയത്, എന്താ വണ്ടി നിർത്താതെ? ഇപ്പൊ റെയ്മോണ്ട് പറയണ ബ്രേക്ക് കിട്ടുന്നില്ല. ബ്രേക്ക് എങ്ങനെ കിട്ടാനാ? ഓൾറെഡി അതിന്റെ ആ ഒരു ബ്രേക്ക് ഓയിൽ നമ്മുടെ ഫ്രെഡി ഊരി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അവസാനം കാറ് പോയിട്ട് ഒരു ഭാഗത്ത് കുത്തുകയാണ്. പോലീസ് കേസായി, അതായി ഇതായി. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവളുടെ ആ ഒരു അലർജിക്കുള്ള മരുന്ന് കയറ്റിക്കൊണ്ട് തന്നെ പോലീസുകാർ അവളുടെ അരികിൽ ഇരിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് റെയ്നോൾഡിന് മനസ്സിലാവുന്നേ ഇല്ല. അതായത് നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് റൂമിലേക്ക് വരുന്ന സമയത്ത് കാറിന് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ആ ഒരു കുറച്ചു നേരം കൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? പൊട്ടൻ കിളി പോയതുപോലെ റെയ്മോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൈനാസ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. നീ എന്നെ കൊല്ലാൻ നോക്കായിരുന്നടാന്നൊക്കെ ചോദിച്ച് ഭയങ്കര കലിപ്പില്. എന്തായാലും ഇതിന് ശേഷം നമ്മുടെ ഫ്രെഡിയെ കാണിക്കണം. അവർക്കിട്ടുള്ള പണി ഓരോന്നായിട്ട് അവനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു പലിയുടെ ഫോട്ടോയിലേക്ക് അവനങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലാവും. ഇതിനുശേഷം വീണ്ടും കൈനാസിനെയും റെയ്മോണ്ടിനെയും കാണിക്കുകയാണ്. അതായത് കാറ് നന്നാക്കാൻ കൊടുത്തിട്ട് അവൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതേ നേരം തന്നെ കൈനാസിന് ഹോട്ടലിൽ നിന്നും ഒരു കോള് വരുന്നുണ്ട്. എന്തോ ഒരു വലിയ വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് റെയ്മോണ്ട് ചോദിച്ചപ്പോൾ ഏതോ ഒരു കസ്റ്റമർ ഫുഡ് കഴിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു പല്ല് കിട്ടി. അതായത് ഇവരുടെ റെസ്റ്റോറന്റിൽ നിന്നേ. അപ്പൊ അയാൾ എന്താക്കി ആ ഒരു ഫോട്ടോ എടുത്ത് നേരെ സൊമാറ്റോയിലിട്ടു. സംഭവം വൈറലായിട്ടുണ്ട്. ഇവരുടെ ആ ഒരു റെസ്റ്റോറന്റിനെതിരെയായിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ കൈനാസ് റെയ്നോടും റെസ്റ്റോറന്റിലേക്ക് പോവാണ്. ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു പുറത്ത് തന്നെ നമ്മുടെ ഫ്രെഡി. അവർ പോയി കഴിഞ്ഞപ്പോൾ നേരെ അവളുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. കള്ളച്ചാവി തുറന്ന് വീടിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് എന്താക്കിയെന്നറിയോ? റെയ്നോൾഡിന്റെ ലാപ്ടോപ്പ് എടുക്കുകയാണ്. ആ ലാപ്ടോപ്പിന്റെ പാസ്വേഡൊക്കെ നേരത്തെ എങ്ങനെയൊക്കെയോ നമ്മുടെ ഫ്രെഡി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നും ഇവരുടെ രണ്ടുപേരുടെയും അത്യാവശ്യം ഹാഫ് ന്യൂഡായിട്ടുള്ള ഭയങ്കര എന്താ പറയാ അത്യാവശ്യം വൾഗർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു. അത് ഈ ഒരു റെയ്നോൾഡിന്റെ അക്കൗണ്ടിൽ നിന്നും പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യാണ്. ഈ കാര്യങ്ങളൊന്നും കൈനാസ് റെയ്നോൾഡും അറിയുന്നില്ല കേട്ടോ. ഇവർ നേരെ കഫേയിലേക്ക് ചെന്നു. കഫേയല്ല, റെസ്റ്റോറന്റ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മാനേജറിനോട് എന്താ സംഭവിച്ചത്, നിങ്ങൾ എന്താ കെയർലെസ് ആയിട്ടാണ് നോക്കിയത്? അയാളപ്പോൾ പറയുന്നുണ്ട്, മാഡം പരമാവധി ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇതെങ്ങനെ ഈ മിസ്റ്റേക്ക് വന്നതെന്ന് അറിയില്ല. എങ്ങനെ ആ കസ്റ്റമറുടെ ഫുഡിൽ പല്ലി വന്നു എന്ന് അറിയുന്നില്ല. അയാൾ അപ്പം തന്നെ അതെടുത്ത് സൊമാറ്റോയിൽ പബ്ലിഷ് ചെയ്തു. ഹെൽത്തുകാർക്ക് ഇപ്പോൾ വന്ന് പോയിട്ടുള്ളൂ, വലിയ ഫൈനാണ് ഇട്ടിരിക്കുന്നത്. അവളാകെ ടെൻഷനായി. പാലഭവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ നോട്ടിഫിക്കേഷൻ വരുന്ന കണ്ടിട്ട് ജസ്റ്റ് സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ. നോക്കുമ്പോൾ ഈ റെയ്നോൾഡിന്റെ അക്കൗണ്ടിൽ നിന്നും കൈനാസിന്റെയും റെയ്നോൾഡിന്റെയും ഒരു ഹാഫ് ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഈ റെയ്നോഡ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അവക്കാകെ ദേഷ്യം വന്നു. റെയിൻബോണ്ടിനായിട്ട് 2 കൊടുക്കണം, നിനക്കെന്താ പ്രാന്തായടോ, ഇങ്ങനത്തെ ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? ഇത് കണ്ട് അവനും ഞെട്ടുകയാണ്. കൈനാസ് നീ എന്ത് ഈ പറയുന്നത്, എനിക്കെന്താ പ്രാന്താണ്? ഇതെല്ലാം കൂടി ആയപ്പോൾ കൈനാസിന് എന്തൊക്കെയോ തോന്നൽ തുടങ്ങി. ആരോ മനഃപൂർവ്വം പണിയതാ. പെട്ടെന്ന് തന്നെ കൈനാസ് ഫോണിൽ ഫ്രെഡിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇതാ ഇയാളാണോ ആ ഒരു കസ്റ്റമർ, ഇയാളുടെ പ്ലേറ്റിൽ നിന്നാണോ പല്ലിയെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ സെർവ് ചെയ്ത ആൾ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അയാളും പറഞ്ഞു ആ മാഡം ഇയാൾ തന്നെയാണ്. അപ്പം തന്നെ കൈനാസിനും റെയ്നോൾഡിനും മനസ്സിലായി ഇത്രയും ദിവസം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണി അത് സ്വാഭാവികമായിട്ട് വന്നതല്ല, അത് ഫ്രെഡി തന്ന പണിയാണ്. രണ്ടുപേരും കൂടെ ഒരു ഓട്ടയും കൂട്ടിയിട്ട് നേരെ ഫ്രെഡിയുടെ വീട്ടിലേക്ക് പോകണം. ഫ്രെഡിക്ക് മനസ്സിലായി എന്തായാലും അധികം വൈകാതെ അവരിപ്പോൾ വരുമെന്ന്. അപ്പം അതിന് മുന്നേ ആയിട്ട് ഫ്രെഡി ആരോ ഒരാളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാറേ ഒന്ന് വേഗം ഇങ്ങോട്ട് വരണമെന്ന്. ഇതേ നേരം തന്നെ താഴെ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ കൈനാസിനെയും റെയ്നോൾഡിനെയും അവൻ കാണുന്നുണ്ട്. മാത്രമല്ല താടിയെല്ലാം സെറ്റാക്കി ഒന്ന് എല്ലാത്തിനും തയ്യാറായിട്ട് ഫ്രെഡി അവിടെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പം തന്നെ അങ്ങോട്ടേക്ക് കൈനാസും റെയ്നോൾഡും വന്ന പാട് തന്നെ റെയ്നോൾഡ് അല്ലേ കൈക്ക് നല്ല പവറാണ്, ഒരൊറ്റ അടിയാണ്. ആ അടിയിൽ ചോര തുപ്പിക്കൊണ്ട് ഫ്രെഡി താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. നിലത്തിട്ട് നല്ല വീക്കുന്നുണ്ട്, അടിച്ചൊരു പരിവാക്കുന്നുണ്ട്. മാത്രമല്ല കൈനാസ് റെയ്നോൾഡ് കയറിയ വാർഡിന് വാതിൽ ലോക്ക് ചെയ്തായിരുന്നു. എന്നാൽ ആ വാതിൽ ഇപ്പൊ ആരോ ഒരാൾ വന്ന് മുട്ടുകയാണ്. രണ്ടുപേരും ഒന്ന് ഞെട്ടിപ്പോയി. എന്നാലും നമ്മുടെ കൈനാസ് പയ്യെ വാതിലിന്റെ ഇടയിലൂടെ നോക്കുമ്പോൾ പോലീസുകാരായിരുന്നു. ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് റെയ്മോണ്ട് ചോദിച്ചപ്പോൾ കൈനാസ് കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയാണ്, നമ്മൾ സത്യം പറയാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് വാതിൽ തുറന്നു. 2 പോലീസുകാർ ഉള്ളിലേക്ക് വന്നു. നോക്കുമ്പോൾ ഡോക്ടർ ഫ്രെഡി അടിച്ച് ചോരയെല്ലാം തുപ്പി അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ 2 പോലീസുകാർ എന്താ ഇവിടെ നടക്കുന്നത് ചോദിക്കുമ്പോൾ ഇപ്പോൾ കൈനാസ് കാര്യങ്ങൾ പറയാണ്. പൊന്നു സാറേ, എന്റെ ഭർത്താവ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചല്ല, അയാളിതാ ഈ നിൽക്കുന്ന ഡോക്ടർ ഫ്രെഡി കൊന്നു കളഞ്ഞതാണ്. ഇയാൾ എന്റെ പിന്നാലത്തിന് കുറച്ച് ദിവസമായിട്ട് നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ എന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ട് മനഃപൂർവ്വം ഒരു പല്ലിയ ഫുഡിലേക്ക് പിടിച്ചിട്ട് അതിന്റെ ആ ഒരു ഫോട്ടോ എടുത്ത് സൊമാറ്റോയിലിട്ട് ഞങ്ങളെ മനഃപൂർവ്വം കരി വാരി തേക്കാൻ നോക്കുകയാണ്. എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാണ്. അതുകൊണ്ട് സാറേ ചോദിക്കാൻ വന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ ആ ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, മേഡം നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഈ ഏരിയയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർ ഫ്രെഡി. അപ്പൊ ഇയാൾക്കെതിരെ സംസാരിക്കുമ്പോൾ വല്ല തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പറയുമ്പോൾ ഇപ്പൊ റെയ്നോൾഡും കൈനാസും പറയുന്നത് ആ തെളിവുകളുണ്ട്, ദാ ഞങ്ങളുടെ ഫോണിൽ കുറെ ഫോട്ടോസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ഫോട്ടോ പോലും ഇല്ല. ഇപ്പൊ പോലീസുകാർ കൈനാസിനെയും റെയ്നോൾഡിനെയും നോക്കിയിട്ട് എന്താണ് അവൻ ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും അല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ വരുന്നത്? അപ്പൊ കൈനാസ് പറയുന്നത് അതെ സാറേ. അപ്പൊ തന്നെ പോലീസുകാരന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. വെറുതെ അനാവശ്യമായിട്ട് ഒരു പെണ്ണാണെന്ന് കരുതിയിട്ട് ഒരാളെ കൊടുക്കാൻ വെറുതെ നിൽക്കണ്ട. ഒരു തെളിവില്ലാതെ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടി ഈ പരിപാടി ഉണ്ടല്ലോ, ഡോക്ടർ എങ്ങാനും ഒരു പരാതി തന്നാൽ നിങ്ങളെ രണ്ടുപേരെയും പൂട്ടാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മര്യാദ
മര്യാദക്ക് പോയിക്കോ, ഇനി ഡോക്ടറിന്റെ കംപ്ലൈന്റ് പോലെ ഇരിക്കും നിങ്ങളുടെ ഭാവി എന്ന് പറയാം. എന്തായാലും പെട്ടെന്ന് തന്നെ കൈനാസും റെയ്നോൾഡും അവിടുന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസുകാർ വന്നിട്ട് ഡോക്ടറെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കേസ് ഞങ്ങൾ എടുത്തോളാം എന്ന് പറയണം. സാർ ഇപ്പോൾ ഒന്നും വേണ്ട, അവരെന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ വന്നതാണ്, ഇപ്പം നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയണം. എന്തായാലും ഇതേ നേരം തന്നെ താഴേക്ക് വന്ന കൈനാസ് റെയ്നോൾഡ് രണ്ടുപേരും മുകളിലേക്ക് നോക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരു വല്ലാത്ത രീതിയിൽ നോക്കി നിൽക്കുന്ന ഫ്രെഡിയും ഇവർ കാണുന്നുണ്ട് കേട്ടോ. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്തായാലും ഡോക്ടർ ഫ്രെഡ് പിന്നീട് ആ ഒരു കഥ കിടക്കുകയാണ്, കഥകല്ല ജനാല അടക്കുകയാണ്. എന്നിട്ടൊരു ചിരിയുണ്ട് കേട്ടാ, ഒരു പക്ക സൈക്കോ. എന്തായാലും ഈ നടന്ന കാര്യം നമ്മുടെ കൈനാസിന് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു പണി കൊടുത്തേ മതിയാവുള്ളൂ, അവനെ കൊല്ലണം, അവന്റെ ഒരു ക്ലിനിക്ക് കത്തിച്ചു കളയണം. അപ്പൊ റെയ്നോൾഡ് പറയാണ്, ഉറപ്പായിട്ടും നമ്മൾ അവനിട്ട് പണി തിരിക്കും, അവസരം കിട്ടട്ടെ. അതുപോലെ ഫ്രെഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് റിവെഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ആളൊരു മൂകനായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ആന്റി അവനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഫ്രെഡി പറ്റിയത്, നിന്റെ ആ ഒരു പെണ്ണ് ഇപ്പൊ കൂടെയില്ലേ, അവളുമായിട്ട് ബ്രേക്കപ്പ് ആയോ, ഇനി ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്ന് പുറത്തേക്ക് വാടാ, അതൊക്കെ സില്ലി മാറ്റർ അല്ലേ, ഒഴിവാക്കുന്നു. അങ്ങനെ അവനെ നന്നായിട്ട് കൂളാക്കാൻ വേണ്ടി ആന്റി ശ്രമിക്കുകയാണ്. എന്തായാലും ആന്റിയുടെ കൂടെയുള്ള കറക്കെല്ലാം കഴിഞ്ഞ് ഫ്രെഡി ഇപ്പൊ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ മുൻപിലെ സാധനങ്ങളെല്ലാം അടിച്ച് പൊളിച്ചു വെച്ചിരിക്കുകയാണ്. വീട് ഓൾറെഡി തുറന്നു കിടക്കുകയാണ്. ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ഡാമേജ് ആയി കിടക്കുകയാണ്. ഒന്നുമില്ലാതെ കൈനാസ് റെയ്നോൾഡ് വന്ന് ആടി താരിപ്പണാക്കി വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഫ്രെഡി അവരെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കൈനാസ് റെയ്നോൾഡ് ആണെങ്കിൽ ആ ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവർ വിചാരിച്ചത് ഈ ഫ്രെഡിയുടെ വീട്ടിൽ കയറി ഇവരിങ്ങനെ അലമ്പ് കാണിച്ചത് ഫ്രെഡിക്ക് എന്തോ ഭയങ്കര വിഷമമായിട്ടുണ്ടാവുക. എന്നാൽ ഈ ഫ്രെഡി ഈ കൈനാസിനെയും റെയ്മോണ്ടിനെയും വിളിച്ച് പറയുന്നത്, നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾ എന്റെ വീട് ഇവിടെ അടിച്ച് വിളിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് നല്ലൊരു കരിമൂർക്കൻ ഇടാൻ വേണ്ടി ഞാൻ പോയതായിരുന്നു. എന്നിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാണ്. തീർന്നില്ലേ? പിന്നെ നമ്മുടെ കൈനാസിന് ഇരിക്കാൻ പറ്റുമോ? അതായത് ഇവരുടെ ഈ വീട്ടിന്റെ ഉള്ളിൽ എവിടെ ഒരു പാമ്പുണ്ട്. രണ്ടുപേരും കുറെ നേരം ഇരുന്ന് തപ്പിയാട്ടോ. അപ്പൊ റെയ്നോൾഡ് പറയണ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കും. എന്നാൽ കൈനാസ് പറയണ ഏയ് ശരിയാവില്ല, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, പോവാന്ന് പറഞ്ഞിട്ട് ആ രാത്രി തന്നെ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. എന്നാൽ ഹോട്ടലിൽ എത്തിയ സമയത്താണ് കൈനാസ് റെയ്നോൾഡും കൂടെ ഫ്രെഡിയോട് മറ്റൊരു കാര്യം കൂടെ പറയാണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുന്നത്. അപ്പം തന്നെ വിളിക്കാൻ വേണ്ടി പറയണ കൈനാസ്. അങ്ങനെ കോള് വിളിച്ചു. ഫ്രെഡി ഫോൺ എടുത്തു. എന്നിട്ട് ഫ്രെഡിയോട് പറയണം, ഫ്രെഡി നീ ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ടോ, നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആമ അവൻ അവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ നോക്കുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫ്രെഡി ഒന്ന് ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവന്റെ ആ ഒരു വളർത്ത് പെറ്റായിട്ടുള്ള ഹാഡി ആ ആമയെ കുറിച്ച് ആലോചിക്കുന്നത്. അവിടെ മുഴുവനായിട്ട് നോക്കി, എവിടെയില്ല. ആ സമയത്ത് കൈനാസ് റെയ്നോൾഡ് പറയണം, നീ എവിടെ നോക്കിയിട്ടും കാര്യമില്ല, അതിന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തു. എന്താ അതിന്റെ സൂപ്പിന്റെ ആ ഒരു ടേസ്റ്റ്, ആമയിറച്ചി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞെട്ടിപ്പോയ ഫ്രെഡി വേഗം തന്നെ CCTV വിഷ്വൽ പരിശോധിക്കുമ്പോൾ ശരിയാണ്, ഇവിടെ മുഴുവനായിട്ടും അടിച്ച് തകർത്ത് അവർ പോകുന്ന സമയത്ത് നമ്മുടെ ഹാർഡിയും എടുത്തുകൊണ്ടാണ് അവർ പോയത്. ആ കാര്യം നമ്മുടെ ഫ്രെഡിക്ക് താങ്ങാൻ പറ്റിയില്ല കേട്ടോ, തകർന്നില്ലാതായി പോവാണ്. അതായത് അന്ന് കൈനാസും റെയ്നോൾഡും കൂടെ അവൻ അടിച്ചില്ലേ, ചീത്ത പറഞ്ഞില്ലേ, അതിനേക്കാൾ മനസ്സിന് നോവായി മാറി ഈ ഒരു കാര്യം. അവൻ കുറെ നേരം ഇരുന്ന് കരയാണ്. ആരുമില്ലാത്ത സമയത്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ആ ഒരു ചെറിയ പെറ്റ്, ആ ആമ മാത്രമായിരുന്നു. ആ വിഷമം സഹിക്കാൻ കഴിയാതെ കരഞ്ഞ് ചില തീരുമാനങ്ങൾ അവൻ എടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ആമയുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ മടക്കി അവന്റെ വീടിന്റെ പുറത്ത് നന്നായിട്ട് നല്ലൊരു കുഴിയെല്ലാം കുഴിച്ച് അവിടെ അത് മറവ് ചെയ്യുകയാണ്. എന്നിട്ട് ഫാം ഹൗസിൽ ജോലി ചെയ്യുന്ന ആളെ ഫ്രെഡി വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വൃദ്ധനോട് പറയണം, അങ്കിളെ ഫാം ഹൗസ് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്ക്, അതുപോലെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം അങ്കിള് പോയിക്കോ, ഒരാഴ്ചത്തേക്ക് ഇങ്ങോട്ടേക്ക് വരണ്ട, ലീവ് എടുത്തോന്ന് പറയണം. അത് കേട്ടപ്പോൾ അയാൾക്ക് സന്തോഷമാണ്. ശരി മോനെ, മോൻ വരുമ്പോഴേക്ക് എന്തായാലും ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാന്ന് പറയണം. അതായത് ഫ്രെഡിയുടെ ഉള്ളിൽ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു, ഇനിയും അത് വൈകിപ്പിച്ചുകൂടാ. എന്നാൽ അതിന് മുന്നേ ആയിട്ട് ചില പദ്ധതികൾ കൂടെ ചെയ്യാനുണ്ട്. ഫ്രെഡി ആ കാര്യങ്ങൾ ചെയ്യണം. അതായത് ഒരു തെരുവിലേക്ക് പോകുന്നുണ്ട്, ഒരു പിച്ചക്കാരനെയൊക്കെ കാണുന്നുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. അതുപോലെ കൈനാസ് റെയ്നോൾഡ് കൂടെ അവരുടെ വീട്ടിൽ ഫുള്ളായിട്ട് CCTV വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു പാമ്പ് പിടുത്തക്കാരനെ കൊണ്ടുവന്നിട്ട് മുഴുവനായിട്ട് പരിശോധിച്ചു. എവിടെ പാമ്പ് പോയിട്ട് ഒരു പഴുതാരേനെ പോലും അവർക്ക് കിട്ടിയില്ല കേട്ടോ. ഫ്രെഡി ഇവർക്കിട്ട് പണിതാന്ന് മനസ്സിലായി. അപ്പൊ അവരും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, അവനെ എത്രയും പെട്ടെന്ന് തന്നെ തട്ടണം, തീർക്കണം എന്ന് തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്യണം. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കാണിക്കുകയാണ്. അതായത് അന്നത്തെ ആ അപകടത്തിൽ റെസ്റ്റം, അന്ന് അപകടം ഉണ്ടായിരുന്ന കാർ ഏതാണെന്നോ ആരാണ് ഇടിച്ചതെന്നോ ഒന്നും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നാൽ ഒരു പിച്ചക്കാരൻ വന്നിട്ട് പോലീസുകാരോട് ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ അന്ന് രാത്രി മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റ സമയത്ത് ഞാനൊരു ഹോണ്ട സിറ്റി കാർ കണ്ടായിരുന്നു, അതിന്റെ നമ്പർ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, എന്നാലും ഇതാണ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അധികം വൈകാതെ പോലീസുകാർ ആ കാർ ഏതാണെന്ന് ട്രേസ് ചെയ്തു. മറ്റേതുമല്ല, നമ്മുടെ ഡോക്ടർ ഫ്രെഡിയുടെ വണ്ടിയായിട്ടുള്ള ഹോണ്ട സിറ്റി തന്നെ. അതുകൊണ്ട് തന്നെ പോലീസുകാർ നേരെ ഡോക്ടർ ഫ്രെഡിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് റെസ്റ്റ് മരിച്ച ആ ഒരു രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു? അപ്പൊ തന്നെ ഫ്രെഡിയുടെ മുഖം ആകെ മാറി, ഒരു പേടി വരാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങളുടെ കാർ ഇടിച്ചാണ് അയാൾ മരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഫ്രെഡി എന്തൊക്കെയോ പരിയും കളിക്കുന്നുണ്ട്, വല്ലാത്ത ഭയം. ഇപ്പൊ പോലീസുകാർ പറയുന്നുണ്ട്, സത്യം പറ, അന്ന് രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പൊ ഫ്രെഡി പറയാണ്, അത് പിന്നെ സാറേ ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് ഭയങ്കര പേടിയാണ് പറയാം. അപ്പൊ പോലീസുകാർ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് പ്രൊട്ടക്ഷൻ തരാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഫ്രെഡി കാര്യങ്ങൾ പറയണം, സാറേ അന്ന് രാത്രി ആ കാർ കൊണ്ടുപോയത് ഞാനല്ല, എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ കൈനാസ്, നിങ്ങളന്ന് കണ്ടേ കൈനാസ് റെയ്നോൾഡ് വന്ന് എന്നെ തല്ലിയത്. അവരുടെ കാർ എന്തോ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അവര് വന്നിട്ടാണ് എന്റെ ഹോണ്ട സിറ്റി കാർ ഇവിടുന്ന് കൊണ്ടുപോയത്. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിന്റെ മുന്നിൽ എന്തൊക്കെയോ ചെളിയ പാടൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെ ഭീഷണിപ്പെടുത്തി.
മാത്രമല്ല പിന്നീട് അവൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആരോടും പറഞ്ഞാൽ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഫ്രെഡി ആ ഒരു മെസ്സേജ് പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അന്ന് കൈനാസിന്റെ വീട്ടിൽ കയറി അവളുടെ ഫോണിൽ നിന്നും ഫ്രെഡി ഒരു മെസ്സേജ് അവന്റെ ഫോണിലേക്ക് അയച്ചില്ലേ, അത് ഇതായി. എങ്ങനെയുണ്ട് നമ്മുടെ മച്ചാൻ വെച്ച ചെക്ക്? അപ്പൊ പോലീസുകാർക്ക് ഇപ്പൊ ബോധ്യായി. അതായത് റസ്റ്റം അവനെ കൊന്നത് മറ്റാരുമല്ല, അയാളുടെ ഭാര്യയായിട്ടുള്ള കൈനാസും കാമുകനായിട്ടുള്ള റെയ്നോൾഡും കൂടിയിട്ടാണ്. സോ ഇനി ആക്ഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഇതിനുശേഷം കൈനാസും റെയ്നോൾഡിനെയും കാണിക്കുകയാണ്. അതായത് ഫ്രെഡി എങ്ങനെയെങ്കിലും തീർക്കണം, അതിനുള്ള ആ ഒരു പദ്ധതി ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ നിന്നും ഒരു കോള് വരുന്നുണ്ട്, ഇന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാണ്. അപ്പൊ എന്തിനാണെന്ന് കൈനാസ് ചോദിച്ചപ്പോൾ ഒന്നുമില്ല മേഡം, നിങ്ങളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയില്ലേ, സോ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് എൻക്വയറിക്കാണ്, ആയിക്കോട്ടെ ഞാൻ വരാമെന്ന് പറയണം. എന്നാൽ യഥാർത്ഥത്തിൽ അവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പോലീസുകാർ വിളിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇപ്പൊ കൈനാസിനെയും റെയ്നോൾഡിനെയും ഫ്രെഡി വിളിക്കുകയാണ്. ഫ്രെഡി പറയാണ്, പോലീസുകാർ ഇപ്പൊ വിളിച്ചായിരുന്നു, അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കണ്ട കേട്ടോ, കാരണം നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത്. പോരാത്തതിന് എന്റെ വീട്ടിൽ നിങ്ങൾ കയറി അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു പൊളിച്ച് എന്റെ ആമയൊക്കെ എടുത്തു കൊണ്ടുപോയില്ലേ, അതിന്റെ വിഷ്വൽ എന്റെ കയ്യിലുണ്ട്. അത്യാവശ്യം ഒരു 10 വർഷം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് അതിലുണ്ട്. ഇത്രയും പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് അത് ഞാൻ പോലീസുകാരുടെ കയ്യിലേക്ക് ഇപ്പൊ സെൻഡ് ചെയ്യാൻ പോവാണ്, അതോടെ നിങ്ങളുടെ പണി തീരുന്നു പറയാണ്. എന്നാൽ കൈനാസ് റെയ്നോൾഡ് പറയണേ, ഇപ്പൊ അത് സെൻഡ് ചെയ്യേണ്ട, എന്താ നിനക്ക് വേണ്ടതെന്ന്. ഇപ്പൊ ഫ്രെഡി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും നിങ്ങളൊന്ന് നേരിട്ട് കാണണം, ഒന്ന് സംസാരിക്കണം എന്ന് പറയണം. ആയിക്കോട്ടെ എന്ന് കൈനാസും റെയ്നോൾഡും പറഞ്ഞു. എവിടേക്കാണ് വരണ്ടേന്നും ഫ്രെഡിയോട് ചോദിക്കുന്നുണ്ട്. ഫ്രെഡി പറയാണ്, നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് എനിക്കൊരു ഫാം ഹൗസ് ഉണ്ട്, അങ്ങോട്ടേക്ക് വന്നാൽ മതി. ശരിയെന്ന് കൈനാസും റെയ്നോൾഡ് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. ഇപ്പൊ റെയ്നോൾഡ് കൈനാസിനോട് പറയുന്നുണ്ട്, എടോ അവനെ തീർക്കാൻ ഏറ്റവും നല്ല അവസരം ഇത് തന്നെയാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ആരും അറിയാൻ പാടില്ല. എന്തായാലും അവൻ പറഞ്ഞതുപോലെ ആ ഫാം ഹൗസിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ച് തന്നെ അവനെ നമുക്ക് തീർക്കാം. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ഈവനിങ്ങിൽ തന്നെ ഇവർ രണ്ടുപേരും നേരെ ഫ്രെഡി പറഞ്ഞതുപോലെ അവന്റെ ആ ഒരു ഫാം ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. ഫാം ഹൗസിലേക്ക് വന്ന പാട് തന്നെ കൈനാസ് റെയ്നോൾഡും നല്ലൊരു അവസരം കിട്ടിയാൽ നമുക്ക് അവനെ തീർക്കണം, അതിനെന്തെങ്കിലും ആയുധം വേണ്ടെന്ന് കൈനാസ് ചോദിക്കുമ്പോൾ റെയ്നോൾഡ് പറയണേ, എന്തിനാ ആയുധം, എന്റെ ഈ കൈ പോരെ, ഇതിന്റെ പവർ അവന് നിറഞ്ഞതല്ലേ. എന്തായാലും രണ്ടുപേരും കൂടെ ഫാം ഹൗസിലേക്ക് കയറുകയാണ്. അവിടെ തന്നെ ഫ്രെഡി ഉണ്ടായിരുന്നു. അവന്റെ അരയിലെ തോക്ക് കണ്ട് ആദ്യം രണ്ടുപേരും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് രണ്ടുപേരെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു വീടും കാര്യങ്ങളൊക്കെ. ആ കാര്യം ഇപ്പോൾ നമ്മുടെ കൈനാസ് പറയുന്നുണ്ട് കേട്ടോ. അതേ നേരം തന്നെ ഫ്രെഡി അവന്റെ അരയിൽ ആ ഒരു തോക്കെടുത്ത് ആ ഒരു ടേബിളിൽ വെക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചായയും നമ്മുടെ ഫ്രെഡി ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് കൈനാസ് പറയുന്നുണ്ട്, ഫ്രെഡി നമുക്കിത് നിർത്താം, ഇതെങ്ങനെയെങ്കിലും തീർക്കണം. ആ നേരം ഫ്രെഡി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനാണ് എന്റെ അമ്മയെ കൊന്നത്, ഇത്രത്തോളം അതെനിക്ക് വേദന ഉണ്ടാക്കിയെന്നറിയോ. അപ്പൊ കൈനാസ് പറയണേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞു. ഇതും പറഞ്ഞ് പതിയെ അവൾ എഴുന്നേറ്റ് വരികയാണ്. അതുപോലെ തന്നെ ഫ്രെഡി നമുക്കിത് നിർത്താം, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പണി തന്ന് എത്ര കാലം മുന്നോട്ടേക്ക് പോകും. ഇതും പറഞ്ഞ് ഫ്രെഡി അവിടെ വെച്ച് ആ ഒരു ഗണ്ണ് പെട്ടെന്ന് അവളം എടുക്കുകയാണ്. നേരെ അവന്റെ തലയിൽ ആ ഒരു ഗണ്ണ് വെക്കുന്നുണ്ട്. ഫ്രെഡി ഒരു കാര്യം ഒട്ടും വിചാരിച്ചില്ല കേട്ടോ, അവന്റെ ഒരു അശ്രദ്ധ അത് കാരണം ഇപ്പോൾ അവന്റെ പണി തീരാൻ വേണ്ടി പോകണം. ആകെ ഞെട്ടിവരച്ച് ഫ്രെഡി ഇപ്പോൾ അവരോട് സോറി പറയുന്നുണ്ട്. ഈ നേരത്ത് കൈനാസ് റെയ്നോൾഡ് പുച്ഛത്തോടെ ചിരിക്കുകയാണ്. എടാ വിഡ്ഢി, ഇത്രയും ബോധമില്ലാത്തവനാണ് നീ, ഒരു പ്ലാന് പോലും മര്യാദയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാത്ത കഴുത. മതിയടാ, എല്ലാം ഇന്ന് ഇവിടെ വെച്ച് തന്നെ തീർക്കും, ഒരാൾ പോലും അറിയില്ല ഞങ്ങൾ ഇങ്ങോട്ടേക്കാ വന്നതെന്ന്. നിന്നെ ഇവിടെ വന്ന് കൊന്നതും ആരും അറിയാൻ പോകുന്നില്ല. എന്തായാലും നാളെ എല്ലാവരും കാണാൻ പോകുന്നത് ഇവിടെ വെച്ച് ഫാം ഹൗസിൽ വെച്ച് സൂയിസൈഡ് ചെയ്ത ഫ്രെഡി ആയിരിക്കും എല്ലാവരും കാണാൻ പോകുന്നത്. ഇതും പറഞ്ഞ കൈനാസ് അവന്റെ നെറ്റിയിലേക്ക് നോക്കി ഒരേറ്റ പൊട്ടിക്കലാണ്. എന്നാൽ ഉണ്ട വരുന്നില്ല, ഉണ്ട എങ്ങനെ വരാനാ, ഓൾറെഡി അതിൽ ഉണ്ട ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ നമ്മുടെ ഫ്രെഡി അവിടെ ആ ഒരു ഗണ്ണ് വെച്ചു കൊടുക്കുവോ, അവരെടുക്കാൻ വേണ്ടി തന്നെ വെച്ചതാണ്. എന്നിട്ട് ഇതുപോലെ ഇളിഭ്യായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇപ്പൊ ഫ്രെഡി എന്താക്കി, അവളെ നോക്കിയിട്ട് ഒരു ചിരിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അതിന്റെ ഐഡിയ? സൈക്കോ ഉണ്ടാകുന്നതല്ല, ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. കൈനാസും റെയ്നോൾഡും കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സൈക്കോ ആണ് ഫ്രെഡി. പിന്നെ പറയണ്ടല്ലോ, രണ്ടെണ്ണത്തിന് ഷോക്ക് അടുപ്പിച്ച് ബോധം കെടുത്തിയിടുകയാണ്. അടുത്ത സീനിൽ രണ്ടുപേരെയും ഓരോ ചെയറിൽ കെട്ടിവെച്ചിരിക്കുകയാണ് കേട്ടോ. രണ്ടെണ്ണത്തിന്റെ വായിൽ ഓരോ ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അതായത് അനസ്തേഷ്യ കൊടുക്കാതെ രണ്ടെണ്ണത്തിന്റെ 32 പാലും പറിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ആ നേരത്ത് കരഞ്ഞ് നിലവിളിച്ച് കൈനാസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫ്രെഡി എന്താ ചോദിക്കുമ്പോൾ, നിന്റെ ആമയെ കൊന്നത് ഞാനല്ല അതാ അവനാ കൊന്നു തിന്നെന്ന് പറയുന്നുണ്ട്. ഈ നേരത്ത് റെയ്നോൾഡ് അവിടെ നിന്ന് ഉറക്കനെ നിലവിളിച്ച് കരയാണ്. എന്തായിരിക്കും പറയുന്നുണ്ടാവുക, കള്ളപ്പന്നി നീ എന്നെ ചതിക്കുകയാണല്ലേടി. മിക്കവാറും അങ്ങനെയായിരിക്കും. എന്തായാലും പിന്നീട് ഫ്രെഡി റെയ്നോൾഡിന്റെ ഓരോ പല്ലും പറിക്കാൻ തുടങ്ങുകയാണ്. അവന്റെ നിക്കറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പെയിന്റിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ മൂത്രമൊഴിച്ച് വിരകിയിട്ടുണ്ട് കേട്ടോ. പേടിച്ച് വിറച്ച് അവസാനം ഒരു പല്ല് പോലും ബാക്കി വെക്കാതെ റെയ്നോൾഡിന്റെ പല്ല് മുഴുവൻ ഫ്രെഡി പറിച്ചെടുക്കുകയാണ്. ഓൾറെഡി ഫാം ഹൗസിൽ ഒരു കുഴി തോണ്ടിയിട്ടുണ്ടായിരുന്നു. ആ കുഴിയിൽ പാതി ജീവനുള്ള റെയ്നോൾഡിനെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുകയാണ്. ഇതിനുശേഷം നേരെ വരുന്നത് കൈനാസിന്റെ അരികിലേക്കാണ്. അതായത് ഇപ്പോഴും അവളോടൊരു ഇഷ്ടമുണ്ട് കേട്ടോ. എന്നാൽ അവളോടുള്ള ആ ഒരു പക അത് അവന് മറക്കാനും കഴിയുന്നില്ല. അവൾ ഇങ്ങനെ പെടച്ച് കരയാണ്. ഒരു ദയ പോലും ഫ്രെഡി അവളോട് കാണിച്ചില്ല. ഓരോ പല്ലും ഓരോന്നായിട്ട് പറിച്ചെടുക്കുകയാണ്. മുഴുവനായിട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കരഞ്ഞ് കൈനാസ് ബോധം കെട്ട് ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ ആയിട്ടുണ്ട്. അങ്ങനെ അവളെയും വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കുഴിയിലിട്ട് പതിയെ ജീവനോട് മണ്ണിട്ട് മൂടുകയാണ്. ആ നേരത്ത് അവളോട് ഡോക്ടർ ഫ്രെഡി ഒരു കാര്യം പറയുന്നുണ്ട്. കൈനാസെ, നിനക്കൊരു കോമഡി കേൾക്കണോ? വലിയ കോമഡിയാ, എന്താന്ന്
എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും നിന്നോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്, ഒരു വല്ലാത്തൊരു പ്രണയം, അതുള്ളൊന്നും അങ്ങോട്ട് പോകുന്നില്ല. ഇത് പറഞ്ഞിട്ടാണ് അവളെ ജീവനോടെ അവിടെ കുഴിച്ചു മൂടുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും അവിടെ രണ്ടുപേരെയും മണ്ണിട്ട് മൂടി. അതിന്റെ മുകളിൽ ഫ്രെഡി ഒരു കെടുത്തം കിടക്കുന്നുണ്ട്, എന്നിട്ട് ഒരു ചിരിയുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഫ്രെഡിയുടെ ഒരു കിടിലം പ്രതികാരം. എങ്ങനെയുണ്ട് ഈ ഒരു കഥ? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ അത് പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.